ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി കുഴുവേലിപ്പടി എന്ന ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നൊരു ആർക്കിടെക്ചറൽ കൊളോണിയൽ സ്റ്റൈൽ വില്ലയുടെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 3.25 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ അട്രാക്റ്റീവായിട്ടുള്ള നല്ലൊരു എലവേഷൻ തന്നെയാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. വടക്ക് ദിക്കിലേക്കാണ് ഈ വീടിൻ്റെ ദർശനം വരുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ദൂരം 800 മീറ്റർ മാത്രമാണ്. കൂടാതെ കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 6.5 കിലോമീറ്ററും കൊച്ചിൻ മെഡിക്കൽ കോളേജിലേക്ക് 2.5 കിലോമീറ്ററുമാണുള്ളത്. ക്ലാഡിംഗ് സ്റ്റോണൊക്കെ കൊടുത്തുകൊണ്ടുള്ള മനോഹരമായൊരു ചുറ്റുമതിൽ ഇവിടെ നൽകിയിട്ടുണ്ട്. 6 മീറ്ററോളം വീതിയുള്ള വലിയ മുനിസിപ്പൽ റോഡ് തന്നെയാണ് വീടിന് ഫ്രണ്ടിലായി വരുന്നത്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. 2 വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യാവുന്നത്ര വലിയൊരു പാർക്കിംഗ് സ്പേസ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കടപ്പാകലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തുകൊണ്ടാണ് മുറ്റം മുഴുവനായി തന്നെ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളം തന്നെയാണ്. കൂടാതെ KWA വാട്ടർ കണക്ഷനും ബോർവെല്ലും ഇവിടെ അവൈലബിൾ ആണ്. മുഴുവനായി തന്നെ ഗ്രാനൈറ്റിൽ തീർത്തിരിക്കുന്ന ചെറിയൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മോഡേൺ സ്റ്റൈലിലുള്ള നല്ലൊരു മെയിൻ ഡോറാണ് ഇവിടെ കാണാനാവുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം നീളമേറിയൊരു ലിവിംഗ് ഏരിയയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വളരെ ഗംഭീരമാക്കി തന്നെയാണ് ഈ വീടിൻ്റെ TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയുടെ റൈറ്റ് സൈഡിലായി വലിയ 2 ഫ്രഞ്ച് വിൻഡോസും നൽകിയിട്ടുണ്ട്. വളരെ മനോഹരമാക്കി തന്നെയാണ് ഈ വീടിൻ്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത്. വിനീറുകൾ ഉപയോഗിച്ചുള്ള നല്ലൊരു സീലിംഗ് വർക്കൊക്കെ നമുക്കിവിടെ കാണാം. നമുക്കിനി ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലേക്കൊന്ന് കടന്നു ചെല്ലാം. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായി ഇടാവുന്നത്ര സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് ഏരിയ തന്നെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഡൈനിങ് ഏരിയക്കും ലിവിംഗ് ഏരിയക്കും മധ്യത്തിലായി ഇവിടെ ഒരു ഗംഭീര ഡിസൈനിൽ തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സിറ ബ്രാൻഡിൻ്റെ പ്രീമിയം വാഷ് ബേസിൻ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു ഫ്ലോട്ടിംഗ് ലുക്ക് ലഭിക്കുന്ന രീതിയിലാണ് ഇവിടെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. വാഷ് കൗണ്ടറിൻ്റെ ഭംഗി കൂട്ടുന്നതിനായി മുകളിലായി സ്റ്റെമ്പ് ലൈറ്റുകളും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. നമുക്കിനി വീടിൻ്റെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മൾട്ടിവുഡിൽ തീർത്ത നല്ലൊരു പാർട്ടീഷൻ വർക്കും ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ നൽകി വളരെ ഭംഗിയാക്കി തന്നെയാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കുന്നതിനായിട്ടുള്ളൊരു സ്പേസും ഇവിടെ നൽകിയിട്ടുണ്ട്. വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് ഇവിടെ കബോർഡിന് യൂസ് ചെയ്തിരിക്കുന്നത്. കൃത്യമായി കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ് ഈ വീടിൻ്റെ ഗ്യാസ് സ്റ്റൗ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രിഡ്ജ് വെക്കുന്നതിനായിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് സ്പോട്ടും ഇവിടെ നൽകിയിട്ടുണ്ട്. ബിൽഡർ ഇവിടെ ഒരു ഇൻബിൽഡ് ചിമ്മിണിയും കസ്റ്റമർക്കായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ വീടിൻ്റെ കിച്ചണിൽ കാണാം. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. 13 അടിയോളം നീളവും 12 അടി വീതിയുമുള്ളൊരു വലിയ ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 4 പാളികൾ കൊടുത്തുകൊണ്ടുള്ള വലിയൊരു വാർഡ്രോബ് തന്നെയാണ് ഈ ബെഡ്റൂമിൽ കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ ഒരു ഭാഗത്തായി വലിയൊരു മിററൊക്കെ കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു ഡ്രസ്സിംഗ് യൂണിറ്റും നമുക്കിവിടെ കാണാം. വളരെ സ്റ്റാൻഡേർഡാക്കി തന്നെയാണ് ഈ വീടിൻ്റെ ബെഡ്റൂമിലും സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. സിറ ബ്രാൻഡിൻ്റെ പ്രീമിയം ഫിറ്റിംഗ്സ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയാക്കി തന്നെ സീലിംഗ് വർക്കൊക്കെ ചെയ്തുകൊണ്ടാണ് ബാത്റൂം നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്ന് കടന്നു ചെല്ലാം. GA ട്യൂബിൽ വുഡൻ ഹാൻഡ് ടോപ്പ് കൊടുത്തുകൊണ്ടാണ് ഇവിടെ ഹാൻഡ് റെയിലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇതുപോലൊരു അതിഗംഭീര വ്യൂ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. വലുതും ചെറുതുമാക്കി പർഗോള ഡിസൈനുകൾ നൽകി അത് മുഴുവനായി തന്നെ വിനീർ ഉപയോഗിച്ച് കവർ ചെയ്ത് വളരെ ഭംഗിയാക്കി തന്നെയാണ് ഈ വർക്ക് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഇതൊരു പ്രീമിയം ലുക്കിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന ബഡ്ജറ്റ് വില്ല തന്നെയാണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ ലിവിംഗ് ഏരിയ പോലെ തന്നെ സെയിം ക്വാളിറ്റിയിലും ഭംഗിയിലും ഒട്ടും കുറവ് തരാതെ തന്നെയാണ് അപ്പർ ലിവിംഗ് ഏരിയയിലും ചെയ്തിരിക്കുന്നത്.
അപ്പർ ലിവിംഗ് ഏരിയയുടെ ഒരു കോർണറിലായി നമുക്കിവിടെ ഒരു സ്റ്റഡി ടേബിളും ഒരുക്കിയിരിക്കുന്നത് കാണാം. നമുക്കിനി ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. 13 അടി നീളവും 12 അടി വീതിയുമുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. വിൻഡോസ് മുഴുവനായി തന്നെ പാനലിൽ വർക്കുകൾ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും അതിനോടുകൂടെ തന്നെ ഒരു വർക്കിംഗ് ടേബിളൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്കിവിടെ കാണാം. ബെഡ്റൂമിൻ്റെ ഒരു ഭിത്തി മുഴുവനായി തന്നെ വാൾപേപ്പർ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്ത് അതിഗംഭീരമാക്കിയിട്ടുണ്ട്. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മനോഹരമായ സീലിംഗ് വർക്കും ഇവിടെ നമുക്ക് കാണാം. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. ഒരു പ്രീമിയം ടൈൽ കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീട്ടിലെ മൂന്നാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. 13 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത്. ഒരു ഭിത്തി മുഴുവനായി തന്നെ വരുന്ന വലിയൊരു വെന്റിലേഷൻ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. ഈ വെന്റിലേഷൻ തന്നെയാണ് വീടിൻ്റെ ഔട്ട്സൈഡിൽ നിന്ന് എലവേഷന് ഭംഗി കൂട്ടാൻ സഹായിക്കുന്നതും. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും അതിനോടുകൂടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റൊക്കെ അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് ഇവിടെ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിലും ഒരു ഭിത്തിയിലായി വാൾപേപ്പർ വർക്ക് നൽകി ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇനി നമുക്ക് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കൊന്ന് കടന്നു ചെല്ലാം. അത്യാവശ്യം സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഇവിടെ ബാൽക്കണി ചെയ്തിരിക്കുന്നത്. GI ട്യൂബുകൾ കൊണ്ട് ഹാൻഡ് റെയിൽ ചെയ്ത് സേഫ് ആക്കി തന്നെയാണ് ബാൽക്കണി ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഒരു ഹാങ്ങിങ് ചെയറൊക്കെ ഇടാവുന്നത്ര സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണി തന്നെയാണ് നമുക്കിവിടെ കാണാനാവുന്നത്. ഈ മനോഹരമായ വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിൻ്റെ വിലയെ പറ്റിയാണ്. 3.4 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 77 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്, കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ മനോഹരമായ വില ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധം. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.